ഇപ്പം ഇല്ലാത്ത കുറെ രാഗങ്ങളുണ്ട്, സാമന്ത മലഹരി എന്നൊക്കെ പറഞ്ഞ് അതുപോലെയുള്ള രാഗങ്ങൾ എടുത്ത് ചേട്ടൻ ചേർത്തിട്ടുണ്ട്. അതിലൊന്നാണ് കറുകറക്കാം. രാവിൻ തിരുവരങ്ങിൽ. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ റെയർ രാഗങ്ങൾ എടുത്ത് സിനിമാ ഗാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് സൂര്യകിരീടം. ഞാൻ രഞ്ജിനി ചേച്ചിയെ പോലെ അമ്മയുടെ ഒരു സ്റ്റുഡന്റിനെയും കാണുന്നില്ല. ഫേവറേറ്റ് സ്റ്റുഡന്റ് ഞാൻ എഴുതി വെച്ചേക്കായിരുന്നു. അപ്പൊ അത് ആര് പറയും? രഞ്ജിനി വർമ്മ. രഞ്ജിനി വർമ്മ അത് കഴിഞ്ഞുള്ളൂ. എല്ലാവരും ഒരു മക്കളെ ഇഷ്ടപ്പെടുന്ന പോലെ അമ്മയ്ക്ക് എല്ലാവരും ഇഷ്ടമാണ്. ഈ സ്പോർട്സിൽ പിടിച്ച അമ്മ ചേർത്ത. അമ്മയ്ക്കാണെങ്കിൽ ഒരു സ്പോർട്സ് പറഞ്ഞില്ല, ഓടാൻ പിടിച്ചു ചേർത്തു. അങ്ങനെ പാവാട തട്ടിയടിച്ച് വീണ് നഖം പോയി. അപ്പൊ ഇവിടെ വന്ന് കിടന്നു. അപ്പം അമ്മാവനല്ലേ ആള്. എല്ലാവരുടെ അടുത്തും വരുന്നവരുടെ അടുത്തൊക്കെ പറയും. വെളിയിലൊരു ബെഞ്ചുണ്ട്, അമ്മാവനും അമ്മൂമ്മയും കൂടെ അവിടെ ഇരുന്ന് മുറുക്കിക്കൊണ്ടൊക്കെ ഇരിക്കും. ഇവിടെ ഒരു സ്പോർട്സ് എന്റെ വലിയൊരാള് വന്നിട്ടുണ്ട്, PT ഉഷ അകത്തിരിക്കുന്നു. ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. സുശീല എന്ന് പറഞ്ഞില്ലായിരുന്നു, 14-15 വർഷം നിന്ന്. സുശീലയുടെ ഇംഗ്ലീഷ് ഞങ്ങൾക്ക് അവസാനം ഞങ്ങൾ ബുക്ക് ഒരെണ്ണം എഴുതാന്ന് വിചാരിച്ചു. ഇന്ദിരാഗാന്ധിയുടെ റെഡ് ബോഡി ഒരുപാടുണ്ട്. ഒരു സ്പെക്സ് അതറിയില്ല, ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. ഫേവറേറ്റ് പ്ലേ ബാക്ക് സിംഗർ? ചിത്ര ചേച്ചി തന്നെ. ചിത്രയുടെ പാട്ട് തന്നെയാണ് എനിക്കിഷ്ടം. ഞാൻ ഓരോ പാട്ട് കേൾക്കുമ്പോഴും. പക്ഷെ ഹരിശങ്കറിനെ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഫേവറേറ്റ് ആക്ടർ? മോഹൻലാൽ. എനിക്ക് മമ്മൂട്ടിയെ ഇഷ്ടമാണ്. ഡിപ്ലോമസി. അതായത് ശ്രീജിത്ത് IPS അറിയാമോ? നന്നായിട്ട് പാടും. അപ്പൊ ഞങ്ങള് ഒന്ന് പ്ലാൻ ചെയ്തു. അതായത് അതിന്റെ പ്ലാനിങ് വാസ്തവത്തിൽ ശ്രീജിത്തിന്റെ ഒരു മീറ്റിങ്ങില്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള മീറ്റിങ്ങില് ശ്രീജിത്ത് പറഞ്ഞു, ടീച്ചർ ഈ സാധാരണക്കാർക്ക് ക്ലാസിക്കൽ മനസ്സിലാക്കാനുള്ള ഒരു സംഭവം എങ്ങനെങ്കിലും ചെയ്യണം. അതെ, ഓരോ ലൈറ്റ് മ്യൂസിക്കും അമ്മാവൻ്റെ എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അത് മുത്തുകൊണ്ടെൻ്റെ മുറം നിറഞ്ഞു, പവിഴം കൊണ്ടെൻ്റെ പറ നിറഞ്ഞു, നിറഞ്ഞിട്ടും നിറയാത്തതൊരു പാത്രം മനസ്സു മാത്രം, എൻ്റെ മനസ്സു മാത്രം. ഇതൊരെണ്ണം. പിന്നെ ഉള്ളത് പാട്രിയോട്ടിക് സോങ്. അത് എഴുതിയത് S. രമേശൻ നായർ. ആയിരം പക്ഷികൾ പാറി പറന്നാലും ആകാശമൊന്നു തന്നെ, നദികളോരായിരം ചേരുന്ന സാഗര ഹൃദയവുമൊന്നു തന്നെ, ഭാരതം ഒന്നു തന്നെ, ഭാരതമൊന്നു തന്നെ. പിന്നെ ഇവരൊക്കെ അമ്പലപ്പുഴ ആണ് ഇവരുടെ അമ്മയുടെ സ്ഥലം, അമ്മൂമ്മയുടെ സ്ഥലം. അപ്പൊ അമ്പലപ്പുഴ കൃഷ്ണനും പാൽപായസവും ഒക്കെ ഫേമസ് ആണല്ലോ. അപ്പം പുറക്കാട് ചന്ദ്രൻ എഴുതിയ ഒരു പാട്ടുണ്ട്, അഷ്ടപതിയിലയം തുള്ളിത്തുളുമ്പുന്ന അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ. ബാക്കി വരും പാടുമ്പോൾ. അഷ്ടപതിയിലയം തുള്ളിത്തുളുമ്പുന്ന അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ നെയ്ത്തിരിക്കത്തുന്ന കൽവിളക്കും ചാരി നിർധനൻ ഞാൻ മിഴിപ്പൂട്ടി നിന്നു. അഷ്ടപതിയിലയം തുള്ളിത്തുളുമ്പുന്ന അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ. ഒത്തിരി ഡിഫറെന്റ് ആണ്. ഒരുപാട് ലളിത സംഗീതം ഇനിയും കിടക്കുന്നു, കണ്ടുപിടിക്കാൻ കുറെയൊക്കെ മറന്നുപോയി.
പക്ഷെ എനിക്ക് തോന്നുന്നു കർണാട്ടിക് സിംഗിങ്ങിൽ നിന്ന് ലളിത സംഗീതത്തിലേക്കുള്ള ഒരു ശാഖ തന്നെ ഉണ്ടാക്കി. ശരിക്കും ടേണിംഗ് പോയിന്റ് മെയിൻ പോർഷൻ കഴിഞ്ഞിട്ട് പലരും അമ്മാവന്റെ അടുത്ത് ആവശ്യപ്പെടുമായിരുന്നു, പിന്നെ എന്താണ് ഒന്ന് പാടാമോ, മുത്തുകൊണ്ടിന്റെ മുറ നിറഞ്ഞു, ജയദേവ കവിയുടെ ഘനശ്യാമ, ഓടക്കുഴൽ വിളി, പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിക്കുമായിരുന്നു. ഇപ്പൊ നമുക്കിപ്പോ രാമായണ മാസം ആയതുകൊണ്ട് മറ്റേ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പിന്നെ പൂച്ചൽ ഖാദർ എഴുതിയത് രാമായണ കിളി ശാരിക പൈകിളി രാജീവ നേത്രനെ കണ്ടോ എന്റെ രാഘവിലോലനെ കണ്ടോ ശിംശിപാവൃക്ഷ ചുവട്ടിൽ ഓരോ ദുഃഖവുമായി ഞാനിരിപ്പൂ ഗാനാമൃതം പകർന്നേകൂ നിന്റെ ഗാനത്തിൽ എന്നെ ഉറക്കൂ. ലളിത സംഗീതത്തിന്റെ തന്നെ പ്രത്യേക ശാഖ എം ജി രാധാകൃഷ്ണൻ സാറ് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഒരുപാട് പിന്നെ പങ്ക് ടീച്ചറും വഹിച്ചിട്ടുണ്ട്. ഇതിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ശരിക്കും ലളിത സംഗീതം എന്നൊരു ശാഖ കൊണ്ടുവന്നത് കാരണം സാധാരണക്കാരിലേക്ക് സംഗീതത്തിൻ്റെ ഒരു വഴി തുറന്നു കിട്ടി എന്ന് ടീച്ചർ തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും. പിന്നെ ചേട്ടൻ്റെ ഈ കമ്പോസിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ക്ലാസിക്കൽ മ്യൂസിഷ്യനായിരുന്നു എത്രയോ വർഷം, ദിവസം 2-3 കച്ചേരി വരെ നടത്തിയിട്ടുള്ള ആളാണ്. പക്ഷെ ലൈറ്റ് മ്യൂസിക്കിലേക്ക് വന്നപ്പം അത് ലളിതമാക്കാനുള്ള അതായത് അതിർവരമ്പുകളുണ്ട് ഓരോ പാട്ടിനും. ഇപ്പൊ ഫോക്കിനാണെങ്കിലും ലൈറ്റ് മ്യൂസിക്കിനാണെങ്കിലും ക്ലാസിക്കലിനും ആ അതിർവരമ്പ്, ക്ലാസിക്കലിന്റെ അതിർവരമ്പ് ഒരിക്കലും ഭേദിച്ചിട്ടില്ല. ലൈറ്റ് മ്യൂസിക്കിന്റെ ആ ചട്ടക്കൂടുണ്ട് ഒരിക്കലും ഭേദിച്ചിട്ടില്ല, ലൈറ്റ് തന്നെ. പിന്നെ ഫോക്ക് ടൈപ്പ് മുത്തുകൊണ്ടന്റെ മുറ നിറഞ്ഞു, അതൊക്കെ അത് ആ രീതിയിലായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ അതിന്റെ ഓരോ മ്യൂസിക്കിന്റെ രീതി അനുസരിച്ച് ചെയ്തിരുന്ന ഒരു കമ്പോസർ. അതാണ് കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, കുട്ടികൾക്ക് വേണ്ടി ഹരിഹരി മാടപ്രാവേ നീ എന്തേ വന്നു, അതൊരു സ്റ്റോറിയാണ്. ആശാരി മുറ്റത്തെ, ആശാരിയുടെ മുറ്റത്ത് ഞാൻ 5 മുട്ടയിട്ടു മാളോരെ, ആദ്യം തുടങ്ങുന്ന അങ്ങനെയല്ല, ആദ്യം ഒരെണ്ണം പറയും ആശാരി മുറ്റത്തെ ഞാൻ 5 മുട്ടയിട്ടു മാളോരെ, മുറ്റത്തെവിടെ എന്ന് ചോദിക്കും. മുറ്റത്തെ മാങ്കൊമ്പിൽ മുട്ടയിട്ടു മാളോരെ. വരി ചിലപ്പോ തെറ്റായിരിക്കും. അല്ല, അങ്ങനെ പാടരുത്, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ആശാരിമുറ്റത്ത് 5-6 മുട്ടയിട്ടു, അത് പിന്നെ പലരോട് ചെന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം ആരാണ് അത്? കട്ടുറുമ്പ് എന്ന് ആനയെ ഇറുക്കി, ആന എന്നിങ്ങനെ വെള്ളം കലക്കി വെള്ളം തീനൊക്കെ എടുത്താൻ പോയി, തീയെ താടിക്കാരന്റെ താടിക്ക് പിടിക്കാൻ പോയി, താടിക്കാരൻ പട്ടി എറിഞ്ഞു, പട്ടി ചെന്ന് ബൗബൗ എന്ന് കുറച്ചിട്ട് പട്ടി എന്തോ അങ്ങനെ ആശാരിച്ച് പറഞ്ഞു ദേണ്ടേ മുട്ട 5 എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്നു. അതാണ് സ്റ്റോറി. അപ്പൊ അത് കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്ക് വരെ രചിച്ചിട്ടുള്ള പാട്ടുകളുണ്ട്. അത് ഹരിഹരി മാടപ്രാവേ. ഇത്രേ ഉള്ളൂ കേട്ടോ. ആശാരി മുറ്റത്ത് ഞാൻ 5 മുട്ടയിട്ടു മാളോരെ, ഇത്രേ ഉള്ളൂ ഇവിടെ. അത്രയും മനോഹരമായിട്ട് കുട്ടികളുടെ മനസ്സ് പോലെ തന്നെയായിരുന്നു രാധാകൃഷ്ണൻ സാറിന് എല്ലാവരോടും ലളിതമായിട്ട് സംസാരം. നെടുമുടി പാടി ഒരെണ്ണമുണ്ട്, കള്ളൻ എന്ന് പറഞ്ഞു. കള്ളൻ. സിനിമാ ഗാനങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോ ഏതെങ്കിലും 2-3 ഗാനങ്ങൾ പറയാം. ഏതാണെന്നോ? മുകിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ ജഗി ജഗി തക്കം തേ ജഗി ജഗി തക്കം തേ ജഗി ജഗി തക്കം തേ ജഗി ജഗി തക്കം തേ. അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ കഥകളിയില് എക്സ്റ്റിങ്ക്റ്റ് ആയ, ഇപ്പം
ഇല്ലാത്ത കുറെ രാഗങ്ങളുണ്ട്. സാമന്ത മലഹരി എന്നൊക്കെ പറഞ്ഞ് അതുപോലെയുള്ള രാഗങ്ങൾ എടുത്ത് ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് കറുകറക്കാമ. അത് കുറെ കാവാലം കാവാലത്തിന്റെ ഒരു ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇത് തമ്പിലെ പിന്നെ ഒരുപാട് നല്ല സൂര്യകിരീടം വീണുടഞ്ഞു ദേവാസുരത്തിൽ വീണുടഞ്ഞു രാവിൻ അതിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ റെയർ രാഗങ്ങൾ എടുത്ത് സിനിമാ ഗാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് സൂര്യകിരീടം. അതുപോലെ മണിച്ചിത്രത്താഴിലെ ആ ഒരു ശരിക്കും ആ വീണുടഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് എന്റെ വീണുടഞ്ഞു എന്ന് തോന്നുന്നു. അത്ര തന്മയത്വത്തോടു കൂടിയാണ് ആ രാഗം. ശരിയാ. മണിച്ചിത്രത്താഴിലെ ആ ട്യൂൺ ഉണ്ടല്ലോ, നാഗവല്ലിയുടെ ആ ട്യൂൺ തന്നെ, അത് കേൾക്കുമ്പോ നമുക്ക് ഒരു ഹൊറർ ഫീൽ ഉള്ളൊരു അത് ആ കോംപ്ലക്സ് സോങ് ആയിരുന്നു. നമുക്ക് പറയാനുണ്ട്. ഒരു നല്ലമ്മയെ അറിയാൻ എല്ലാവർക്കും പ്രിയങ്കരിയായ നല്ലമ്മയാണല്ലോ ടീച്ചർ. നല്ലമ്മയെ അറിയാന്നുള്ള ഒരു കുട്ടി കൊച്ചു ക്വസ്റ്റ്യൻസ്, ഒരു 10 ക്വസ്റ്റ്യൻസ് അവരോട് ഞാൻ ചോദിച്ചു. നല്ലമ്മയെ എങ്ങനെയാ അറിയാൻ പറ്റുന്നത് നമുക്കൊന്ന് നോക്കാം. ഫേവറേറ്റ് കീർത്തനം ടീച്ചർ പറയണ്ട. നമ്മുടെ അമ്മയ്ക്ക് അമ്മ ഒരു വൈഡ് ഉള്ള ഒരു നോളജ് ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ത്യാഗരാജസ്വാമി, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രി ഇവരുടെ എല്ലാം അമ്മ പാടിയിട്ടുണ്ട്. ചിത്രചേച്ചിയായിട്ട് പാടിയത് അപ്പനവതരിത കലാമൃതം. അതെ, അവതരിത്ത കലാമൃതം അതായിരുന്നു. പവനാശിവന്റെ ആണോ അതോ? അതെനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ഓർമ്മ വരുന്നുണ്ട്. സ്വാതി തിരുനാളിന്റെ പദങ്ങള് പൂന്തേൻ നേർമൊഴി സഖി ഞാൻ വിരഹം പൂണ്ടുവലഞ്ഞിടുന്നേ കാമിനി പൂന്തേൻ നേർമൊഴി സഖി ഞാൻ വിരഹം പൂണ്ടുവലഞ്ഞിടുന്നേ. പിന്നെ അമ്മയൊക്കെ കൂടുതലും ആ കാലത്ത് അമ്മയുടെ പാട്ട് പാടുന്നൊരു കാലത്ത് കൂടുതൽ ഒരു 30 yearsൽ മനോധർമ്മത്തിന് സ്കോപ്പുള്ള കീർത്തനങ്ങളാണ് കൂടുതൽ എടുക്കാറുണ്ടായിരുന്നത്. നിരവൽ ചെയ്യാവുന്നത്, സ്വരം, നിരവൽ, താനം. പിന്നെ അമ്മയുടെ ഒരു സ്റ്റുഡൻറ്റിനെ കുറിച്ച് പറയാതിരുന്നാൽ അതൊരു വലിയ അപരാധമായി പോകും. രഞ്ജിനി വർമ്മ. രഞ്ജിനി വർമ്മ എന്ന് പറയുന്നത് മിത്രൻ നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞ ഫേമസ് അസ്ട്രോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകളാണ്. എന്നിരുന്നാലും അമ്മയുടെ യാത്രയില്, അമ്മയുടെ സംഗീത യാത്രയില് ഉടനീളം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അവര് ശരിക്കും തമ്പുരാട്ടിയാണ്. പക്ഷെ അമ്മയുടെ സെറ്റും കൊണ്ടും മടക്കാൻ വരെ അവര് തയ്യാറാണ്. കച്ചേരി കഴിഞ്ഞിട്ട് വന്ന് ഞാൻ രഞ്ജിനി ചേച്ചിയെ പോലെ അമ്മയുടെ ഒരു സ്റ്റുഡന്റിനെയും കാണുന്നില്ല. ഫേവറേറ്റ് സ്റ്റുഡന്റ് ഞാൻ എഴുതി വെച്ചേക്കുമായിരുന്നു. അപ്പൊ അത് ആര് പറയും? രഞ്ജിനി വർമ്മ തന്നെയാണ്. അത് കഴിഞ്ഞുള്ളൂ. എല്ലാവരും ഒരു മക്കളെ ഇഷ്ടപ്പെടുന്ന പോലെ അമ്മയ്ക്ക് എല്ലാവരും ഇഷ്ടമാണ്. എന്നാലും എന്നും കൂടെ ഉണ്ട്. ആ ഒരു സ്നേഹം, ആത്മാർത്ഥത, സിൻസിയറിറ്റി, ആ ഒരു ഘടകം ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ് രഞ്ജിനി ചേച്ചിയുടെ. ഫേവറേറ്റ് സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ ചോദിച്ചിരുന്നത്. പറഞ്ഞല്ലോ. അപ്പൊ അത് കഴിഞ്ഞു. ഫേവറേറ്റ് സ്വീറ്റ്. സ്വീറ്റ് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് മൈസൂർ പാക്ക്. മൈസൂർ പാവാണ്. ഓക്കെ. ഫേവറേറ്റ് സ്പോർട്ട്. പക്ഷെ മൈസൂർ പാവ് നല്ല നെയ്യും പഞ്ചസാരയും. ഫേവറേറ്റ് സ്പോർട്സ് ഞാൻ പറയട്ടെ? അയ്യോ വേണ്ട. കോളേജില് പിന്നെ ടീച്ചേഴ്സിന്റെ ഈ സ്പോർട്സിൽ പിടിച്ച അമ്മ ചേർത്ത. അമ്മയ്ക്കാണെങ്കിൽ ഒരു സ്പോർട്സ് പറഞ്ഞുകൂടെ, ഓടാൻ പിടിച്ചു ചേർത്തു. അങ്ങനെ പാവാട തട്ടിയടിച്ച് വീണ് നഖം പോയി. അപ്പൊ ഇവിടെ വന്ന് കിടന്നു. അപ്പം അമ്മാവനല്ലേ ആള്, എല്ലാവരുടെ അടുത്തും വരുന്നവരുടെ അടുത്തൊക്കെ പറയും. വെളിയിലൊരു ബെഞ്ചുണ്ട്, അമ്മാവനും അമ്മൂമ്മയും കൂടെ അവിടെ ഇരുന്ന് മുറുക്കിക്കൊണ്ടൊക്കെ ഇരിക്കും. ഇവിടെ ഒരു സ്പോർട്സ് എന്റെ വലിയൊരാള് വന്നിട്ടുണ്ട്, PT ഉഷ, അകത്തിരിക്കുന്നു. എന്നെ നാണം കളിക്കുമായിരുന്നു. ചേട്ടൻ ഇത്രയും ഹ്യൂമർ പറയുന്ന ഒരു വ്യക്തിയെ കാണാറില്ല. ഒരു രക്തം ഏതാണ്
അത് അയ്യോ അതൊന്ന് പറയാം. അത് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നപ്പോഴത്തേക്കും ഈ ബ്ലഡിന്റെ അവിടെ സാധാരണ എഴുതാറില്ല, ബ്ലഡ് ബാങ്കിൽ നിന്ന് എടുക്കുന്ന എന്തോ അവിടെ ഒരു പേര്, ഒരു മുസ്ലിം ഒരാളുടെ പേര്, അപ്പോൾ ഒരു അറബിക് നെയിമായിരുന്നു. അപ്പോൾ ചുമ്മാ നേഴ്സിൻ്റെ അടുത്തൊക്കെ വരുമ്പോൾ അറബിയൊന്നും അല്ല, ഇപ്പം നമ്മുടെ സലിം കുമാറൊക്കെ പറയൂലേ, അതുപോലെ കുറേ അവർ ചോദിച്ചത് എന്തോ വന്നു. അപ്പം അമ്മയുടെ ഒരു സ്റ്റുഡൻ്റ് അവിടെ ചെന്നു, ശാന്തി ഒരു എന്ത് പറഞ്ഞാൽ വിശ്വസിക്കും അങ്ങനെ ഒരാൾ. അപ്പോൾ ശാന്തിയുടെ അടുത്ത് ഇത് പറഞ്ഞു, അയ്യോ ഇതെന്തുവാ സാറി പറയുന്നതെന്ന് ചോദിച്ചു. അത് ഒരു അറബിയുടെ രക്തം എനിക്ക് കുത്തിവെച്ച ശേഷം ഞാൻ ഇങ്ങനെയാണ് വർത്താനം പറഞ്ഞത്. അങ്ങനെ എത്ര ഞാൻ ഒരു ബുക്ക് എഴുതാൻ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ സുശീല എന്ന് പറഞ്ഞില്ലേ 14-15 വർഷം നിന്ന്. സുശീലയുടെ ഇംഗ്ലീഷ് ഞങ്ങൾക്ക് അവസാനം ഞങ്ങൾ ബുക്ക് ഒരെണ്ണം എഴുതാന്ന് വിചാരിച്ചു. ഇന്ദിരാഗാന്ധിയുടെ റെഡ് ബോഡി ഒരുപാടുണ്ട്. ഒരു സ്പെക്സ് അതറിയില്ല, ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. പിന്നെ വേറെ എന്താ സൂക്കേഴ്സ്, ഷോക്കേഴ്സ്, ഞാൻ പറയുന്നത്. അയ്യോ മറ്റേ സെക്സ് ആണ് ഭയങ്കര. അങ്ങനെ ഒത്തിരി തമാശ. സെക്സ് എന്ന് പറയുന്നത് സെക്സ്. ഫേവറേറ്റ് പ്ലേസ് അമ്മയുടെയോ? ഫേവറേറ്റ് പ്ലേസ് ചെല്ലുന്നിടം എല്ലാം എന്റെ ഇഷ്ടമാണ്. അമ്മയ്ക്ക് ഹരിപ്പാട് ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാല് ഇപ്പൊ മേടയില്, അവിടുത്തെ വീടിന്റെ പേരാണ് മേടയിൽ. അവിടെ എല്ലാം ഓടി നടക്കുമായിരുന്നു മുറിയില്. ഓക്കെ, ഫേവറേറ്റ് കളർ? അമ്മയ്ക്ക് പിങ്ക് ഇഷ്ടമാണ്. ഈ കളർ പിങ്ക് ഇഷ്ടമാണ്. പിന്നെ ചന്ദനം കളറ് അമ്മയ്ക്ക് നന്നായിട്ട് സെറ്റ് മുണ്ടാ ചേരുന്നത്. പിന്നെ പിങ്ക് ഇഷ്ടമാണ്. പിന്നെ ഒരുമാതിരി ബ്ലൂ ഇല്ലേ, ലൈറ്റ് ബ്ലൂവും സ്കൈ ബ്ലൂവും കൂടെ ചേർന്നിട്ടുള്ള ഒരു, ഞാൻ എന്താ പറയുന്നത്, ടർക്കോയ്സ് ബ്ലൂ, അത് ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്. ഫേവറേറ്റ് പേഴ്സൺ ഇൻ ദ ഫാമിലി? അത് അച്ഛനെ തന്നെയാണ് ഇഷ്ടം. അച്ഛൻ്റെ കാര്യം എപ്പോഴും ഇങ്ങനെ ബോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫേവറേറ്റ് പ്ലേ ബാക്ക് സിംഗർ? ചിത്ര ചേച്ചി. ചിത്ര ചേച്ചി തന്നെ, ചിത്രയുടെ പാട്ട് തന്നെയാണ് എനിക്കിഷ്ടം. ഞാൻ ഓരോ പാട്ട് കേൾക്കുമ്പോഴും. പക്ഷെ ഹരിശങ്കറിനെ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. രക്തബന്ധമല്ലേ? ഞാൻ പറയും ഇത്രയൊന്നും പറയണ്ട എന്നൊക്കെ പറയാ ഹരിശങ്കറിനെ കുറിച്ചിട്ട്. അല്ല, അവനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്റെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാന് പൂഴ്ത്തി പറയില്ല. എടി ഓമനെ, നമ്മുടെ വീട്ടിലെ എന്റെയും നിന്റെയും ശ്രീകുട്ടന്റെയും പിന്നെ ബാക്കിയുള്ളവരുടെ എല്ലാം ഞാനും ഒരുമിച്ച് കിട്ടിയിരിക്കുന്നത് ഹരിശങ്കറിനാണ് എന്ന് ചേട്ടൻ ഒരു ഈശ്വരാധീനം. പിന്നെ എല്ലാവരുടെ ചേട്ടനെ ഞാൻ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ അമ്മായി എപ്പോഴും പറയും, ലക്ഷ്മി ശ്രീകുമാറിനെ കല്യാണം കഴിച്ചിരുന്നില്ലെങ്കിൽ ഇതുപോലൊരു മോനെ കിട്ടില്ല. ചിലപ്പോ കാര്യം എന്ന് വെച്ചാല് ചിലപ്പോ പാടണമെന്നൊന്നും ഇല്ല. അപ്പൊ സന്തോഷം. പക്ഷെ അതുപോലെ പാടുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അവരെല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, ഫേവറേറ്റ് ആക്ടർ? മോഹൻലാൽ. എനിക്ക് മമ്മൂട്ടിയെ ഇഷ്ടമാണ്. ഡിപ്ലോമസി. പിന്നെ ഫേവറേറ്റ് തിങ്? വാച്ച്. എനിക്ക് സ്വർണ്ണം എന്ന് പറയുന്നത് അത്ര ഇഷ്ടമില്ല. എനിക്ക് വാച്ചുകളോട് വലിയ പ്രേമമാണ്. ഇതാരാ തന്നെ? അവള് തന്നതാണ്. അതുകൊണ്ട് ഗിഫ്റ്റ് ആയിട്ട് അപ്പൊ എല്ലാരും വാച്ച് തന്നെ തരണത് ആഗ്രഹമുണ്ട്. തരാറില്ല. ഒരുപാട് പേര് ഗൾഫിൽ നിന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, സ്റ്റുഡൻസ്. അതൊക്കെ എന്തിയാ ഓരോരുത്തരും എടുത്തോണ്ട് പോയി. ഇതിപ്പോ സ്ഥിരമായിട്ട് കിട്ടും. ഇതും വേറൊരു ഇത് കെട്ടിക്കൊണ്ടിടുന്ന് ഉറങ്ങും. വാച്ചും എനിക്ക് ഇഷ്ടമായി. അറിയില്ല, വാച്ച് കിട്ട് കിടന്നോ. ഇതിന്റെ പേരെന്തോ ലക്ഷ്മി? റേഡോ ആണ്. റേഡോ വാച്ച്. പത്മശ്രീ പുരസ്കാരം ലഭിച്ചു ടീച്ചറിന്. ഇത്രയും ഇത് മാത്രമല്ല ഒത്തിരി അവാർഡുകളും ഒക്കെ നേടി.
ജീവിതം തന്നെ ഒരു സംഗീത തപസ്യയായി മുന്നോട്ട് കൊണ്ടുപോയി. മക്കൾ, ചെറുമക്കൾ എല്ലാവരും ഒരുപോലെ പേരും പ്രശസ്തിയും നേടുന്നു. പ്രത്യേകിച്ച് മേടയിൽ വീടെന്നുള്ള ഈ കുടുംബം തന്നെ കലാസമ്പുഷ്ടമായിട്ട് കേരളക്കരയെ ആകെ അഭിമാനത്തോടു കൂടി ഓർത്തു നിൽക്കുന്നു. എല്ലാ ഈ അവസരത്തിലും ടീച്ചറിന് ഇനി അടുത്ത സ്റ്റെപ്പ് മ്യൂസിക് വേൾഡിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. എന്താണ്? ഒരു വലിയ കാര്യം എനിക്ക് ചെയ്യാനുണ്ട്. അതായത് ശ്രീജിത്ത് IPS അറിയാമല്ലോ, നന്നായിട്ട് പാടും. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പ്രോഗ്രാം മാസം തോറും ചെയ്യാൻ പോവുക. ആ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ക്ലാസിക്കൽ മ്യൂസിക്കിൽ ബാക്കിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം ആണല്ലോ. ഇവിടെ വൈവിധ്യമുള്ള മേഖലയിൽ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്ക് ക്ലാസിക്കൽ ആസ്വദിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ആ മ്യൂസിക്കിനെ പറ്റി തിരിച്ചറിവില്ലാത്തതുകൊണ്ട്, അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അത് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നില്ല. ലൈറ്റ് മ്യൂസിക് മാത്രം ആസ്വദിക്കുക. അപ്പൊ ഞങ്ങള് ഒന്ന് പ്ലാൻ ചെയ്തു. അതായത് അതിന്റെ പ്ലാനിങ് വാസ്തവത്തിൽ ശ്രീജിത്തിന്റെ ഒരു മീറ്റിങ്ങില്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള മീറ്റിങ്ങില് ശ്രീജിത്ത് പറഞ്ഞു, ടീച്ചർ ഈ സാധാരണക്കാർക്ക് ക്ലാസിക്കൽ മനസ്സിലാക്കാനുള്ള ഒരു സംഭവം എങ്ങനെങ്കിലും ചെയ്യണം. അതെ, സാധാരണക്കാരിലേക്ക് ക്ലാസിക്കൽ അവരെ പ്രബോധനം ഉണ്ടാകണം. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ശരിയാണല്ലോ. നേരെ മറിച്ച് മദ്രാസിലൊക്കെ ഇങ്ങനെ ആസ്വദിക്കാൻ ഒരുപാട് പേര്. ഞാൻ വിചാരിച്ചു അത് ഒരിക്കലും ക്ലാസിക്കലായിട്ട് അങ്ങോട്ട് പഠിപ്പിച്ചാൽ അവരൊക്കെ എണീറ്റു, അവർക്ക് മനസ്സിലാകത്തില്ല. അതിൽ ലൈറ്റ് മ്യൂസിക്കിൽ കൂടെയും സിനിമാ പാട്ടിൽ കൂടെയും ക്ലാസിക്കല് അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വിവിധ കാര്യങ്ങൾ ക്ലാസിക്കലിന്റെ പറയുമ്പോഴും അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴും അവർക്ക് അത് ബോധവാന്മാരാകും. അങ്ങനെ ഒരെണ്ണം ഞങ്ങൾ ചെയ്യാൻ. അതപ്പോൾ നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന ഒരു കടമയായിട്ട് എനിക്ക് തോന്നുന്നു. അത് ചെയ്യണം. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തിരിക്കും. ഇവിടുത്തെ കലാകാരന്മാരെയും കൂട്ടും. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലളിത സംഗീതത്തിനെ കൊണ്ടുവന്ന് സംഗീതത്തിനോട് ഇഷ്ടം മലയാളികൾക്ക് തോന്നിപ്പിച്ച MG രാധാകൃഷ്ണൻ സർ, ഇപ്പോൾ ടീച്ചറിന് ഇങ്ങനെ ഒരു വേർഷൻ തോന്നിയത് തന്നെ ശരിക്കും മലയാളികൾക്ക് ക്ലാസിക് സിംഗിങ്ങിനുള്ള വളരെ നല്ല പ്ലാനാണ്. ക്ലാസിക് സിംഗിങ്ങിനുള്ള മേന്മ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ആളുകളെ ഒരു പ്രബുദ്ധത അവർക്ക് വരുമ്പോഴേ അത് തന്നെയല്ല, അതുകൊണ്ടുണ്ടാകുന്ന എന്താ, മ്യൂസിക് കൊണ്ടുണ്ടാകുന്ന നല്ല മ്യൂസിക് കേൾക്കുമ്പോൾ മനസ്സമാധാനം. ആ മനസ്സമാധാനം വരുമ്പോഴത്തേക്ക് പല സ്വഭാവങ്ങളും അവരുടെ വേണ്ടാത്തത് മാറും. അപ്പൊ അത് ഒരു പൗരന്മാരെ നന്നാക്കുന്ന ഒരു സംഭവം കൂടാണ്. അത് ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തിരിക്കും. ഒരു ഡിവൈൻ പ്രോസസ് ആലോചിക്കാം. ശരിക്കും ഞാനൊരു ഞാൻ സിംഗർ അല്ല, ഞാൻ വീണ പ്ലേയിങ് ആണ്. ഇപ്പൊ എന്റെ കാൽ ഓപ്പറേറ്റഡ് ആയതിനു ശേഷം, അതുപോലെ ശ്രീചേട്ടൻ ഇങ്ങനെ പോയതിനു ശേഷം ഞാൻ വീണ വായിക്കാറില്ല. എനിക്ക് തറയിൽ ഇരിക്കാനും പറ്റില്ല. പിന്നെ സോഫയിൽ വായിച്ചാലും ശരിയാവും. ഇനി ഒരെണ്ണം ഉണ്ടാക്കണം, ഒരു സംവിധാനം. 6 വർഷം ഒരുമിച്ച് യൂത്ത് ഫെസ്റ്റിവലിന് പ്രൈസ് കിട്ടിയ കുട്ടിയായിരുന്നു. അതൊക്കെ ഇരിക്കട്ടെ. പഠിപ്പിച്ചതോ KS നാരായണസ്വാമി സാറ്, ഈ ഇന്ത്യയിലെ ഏറ്റവും സുബ്ബലക്ഷ്മിയെ പഠിപ്പിച്ച ആളാണ്. ഏറ്റവും വലിയ, പക്ഷെ സിമ്പിൾ ആളാണ്, വളരെ സിമ്പിൾ. മിരാരി ടോക്ക് ഷോ എന്നുള്ള ആ ഒരു യൂട്യൂബ് ചാനലില് വന്ന് ഇന്റർവ്യൂ ചെയ്ത ഷൈനിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഷൈനിയുടെ വളരെ യുണീക്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ എത്രയോ പേര് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോഴേ ഇങ്ങനെ ഇതെടുക്കുമ്പോ അപ്പോഴേ ഈ പറഞ്ഞത് തന്നെ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ. പക്ഷെ ഷൈനി ചോദിച്ച ചോദ്യങ്ങള് കൂടി എനിക്ക് ഒരുപാട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതുവരെ ഇല്ലാത്ത ഒരു അനുഭവം. അതാണ് ഞാനും പാടിപ്പോയത്. ഞാൻ പാടാറില്ല ഷൈനി, ഞാൻ പാടാറില്ല. ഞാൻ ചേച്ചിയോട് ചോദിച്ചപ്പോഴും ചേച്ചി എന്നോട് പറഞ്ഞു പാടുന്നത് ബുദ്ധിമുട്ടാണ്. അതാ ഞാൻ പാടാറില്ല. ഇത് ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.
ഞാനും അങ്ങോട്ട് നന്ദി പറയാണ്. ഇത്രയും നേരം ടീച്ചർ വളരെ ബുദ്ധിമുട്ടാണ് എങ്കിൽ കൂടിയും പറയാം, ഈ ചാനൽ വളർന്നു വളർന്നു വരട്ടെ, എല്ലാ ആശംസകളും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ടീച്ചർ. ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്തു. ഞാനും കൂടി നിങ്ങളോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. മിരാരി ടോക്ക് ഷോ എന്നുള്ള ഒരു പുതിയ ഇൻ്റർവ്യൂ ചാനൽ തുടങ്ങണമെന്ന് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിച്ചതും റെപ്യൂട്ടഡ് പേഴ്സൺസിൻ്റെ ഒരു സക്സസ്ഫുൾ ജേർണി കവർ ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് വന്നത് ഈ മേഡിൽ കുടുംബമാണ്. എന്തുകൊണ്ടോ ഒരു നിമിത്തം പോലെ ഞാൻ വരികയും അതിന് ലക്ഷ്മി ചേച്ചി വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്തു. ഇവിടെ വന്ന എല്ലാവരെയും ഒരുമിച്ച് കാണാനും ഇത്രയും നേരം നമ്മോടൊപ്പം നല്ല നിമിഷങ്ങൾ പങ്കിടാൻ സാധിച്ചതിലും വളരെയധികം നന്ദി. ഞാൻ നിങ്ങളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച്.